ജോൺസൺസ് ഓട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് മൂന്നാമത്തെ സ്കൂൾ വണ്ടിയാണ് കേട്ടോ. സയണിൻ്റെ വരും, സാൻ സബാൻ മാട്ടുതാവളം വരും, സെൻറ്റ് ഫിലോമിനാസ് വരും. രാവിലെ തന്നെ ഓരോരുത്തരും ഓരോ ജോലി തിരക്കുകളിലാണല്ലോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള രണ്ടുപേര് ഇതേ കന്നുകാലികളെയൊക്കെ മേയ്ക്കാനായിട്ട് കണ്ടത്തിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊരു 8:45 ആയപ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ കൈനീട്ട് ഓട്ടം കിട്ടി. അത് കിട്ടിയത് കത്തിതേപ്പൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. കത്തിതേപ്പന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളതിലും പോയിട്ട് തിരിച്ച് നമ്മൾ കിഴാനും പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും കേട്ടോ. ഇതാ ചേട്ടൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നട്ടേക്കുന്ന കപ്പയാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇപ്പം പറമ്പിൽ കപ്പ നടാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, കാരണം അതുപോലെ പന്നിശല്യമൊക്കെയാണ് കേട്ടോ. നമ്മൾ കത്തിതേപ്പനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഈ സ്ഥലത്തിൻ്റെ പേര് ആനപ്പാറ എന്നാണ് കേട്ടോ. അങ്ങനെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ആനപ്പാറ എന്നുള്ള വ്യൂ. താഴെ ആ പ്ലെയിനായിട്ട് കാണുന്ന തോട് പോലെ ഒഴുകുന്ന സ്ഥലം എല്ലാം ഇടുക്കി ഡാമിലെ വെള്ളം കയറി നിറയുന്നതാണ് കേട്ടോ. അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നൊന്ന് നോക്കണം, നല്ല രസമാണ്. ഇന്നിപ്പം രാവിലെയാണ്, അതുമല്ല ചെറിയൊരു മൂടലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു നല്ല അടിപൊളിയായിട്ട് കിട്ടാത്തത്. അങ്ങനെ മലയിലൊക്കെ ആന വരുന്നത് നമ്മുടെ ഫോണിന് ക്ലാരിറ്റി ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ സൂം ചെയ്ത് നോക്കാമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കിഴാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഉപ്പുതറയ്ക്ക് ഓട്ടം ഉണ്ടായിരുന്നു. കളിത്തോടിൻ്റെ പുറകെയാണ് നമ്മൾ പോയത്. കളിത്തോടിനേലും ആളൊന്നുമില്ല, കിഴാനത്തുനിന്ന് ഒരു 5-6 പേരേ ഉണ്ടായിരുന്നുള്ളൂ കയറാനായിട്ട്. ഇല്ലെങ്കിൽ കളിത്തോടിനൊക്കെ ഇവിടുന്ന് സ്റ്റാൻഡിങ് ആയിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മളാളെയൊക്കെ തിരിച്ച് വിട്ടിട്ട് വന്നപ്പോഴത്തേക്കും വഴി നമുക്കൊരു 10 മിനിറ്റ് പോസ്റ്റ് കിട്ടി. കാരണം ഈ കരോട്ടൊരു വീടുണ്ട്, ആ വീട്ടിലോട്ട് ഫർണിച്ചർ ഇറക്കുമായിരുന്നു. അപ്പോൾ ആ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനുള്ളൊരു സൗകര്യമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു 10 മിനിറ്റ് കിടന്നു. അത് കഴിഞ്ഞ് നമ്മൾ കിഴാനത്ത് വന്നതേ ബ്ലെസ്സിമോള് മിസ്സായ ഒരു ചേട്ടനെ കൊണ്ട് നമുക്ക് വളകോട് വരെ ഒരു ഓട്ടം കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ വളകോട് ചെന്നു. ആ വളകോടൊക്കെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയാണ്. വളകോട് പോയിട്ട് നമ്മൾ തിരിച്ച് പോരുക. തിരിച്ച് പോകുന്നപ്പോഴത്തേക്കും ഈ വലത് സൈഡിൽ കാണുന്നതാണ് കേട്ടോ സ്റ്റാർ മൾട്ടി ജിമ്മ്. നമ്മളിത് തുടങ്ങിയ സമയത്ത് നമ്മൾ 2 മാസം പോയതാകട്ടെ ജിമ്മിൽ. പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പറമ്പിലേക്കാണ് പോയത് കേട്ടോ. പറമ്പിൽ ഇന്ന് പണിക്കാരുണ്ടായിരുന്നേ. അപ്പോൾ പണിക്കാരെ ചോറിനാനായിട്ട് വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ പണിക്കാരൊന്നുമില്ല, ആട് കിടന്നിടത്ത് പൂടയില്ലെന്ന് പറഞ്ഞ അവസ്ഥയായി. കാരണം 1:30 ആയിരുന്നു സമയം. നമുക്ക് വിശപ്പില്ലെങ്കിലും പണിക്കാർക്ക് വിശപ്പുണ്ടല്ലോ. അവർ നേരെ വീട്ടിലോട്ട് ചോറിനാനായിട്ട് കയറി പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറമ്പിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന സമയത്ത് ചെറുതായിട്ടൊരു ചെളിക്കുഴിക്കകത്തോട്ട് വീണു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളയാൻ വേണ്ടി നമ്മൾ നേരെ പറമ്പിനടുത്തുള്ള തോട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. തോട്ടിൽ പോയി കാലൊക്കെ കഴുകിയിട്ട് വീട്ടിൽ കയറി പോകാമെന്ന് വെച്ചു. തോടും കലങ്ങിയാണ് വരുന്നത്. അപ്പം നല്ലൊരു മഴ പെയ്തായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പണിക്കാരെ കൊണ്ടുവരാനായിട്ട് പാഞ്ചാലിമേടിനൊരു ഓട്ടം കിട്ടിയേ. പാഞ്ചാലിമേടെന്ന് പറഞ്ഞാൽ കുട്ടിക്കാനം പീരുമേട് സൈഡിലുള്ള പാഞ്ചാലിമേടല്ല, ഇത് ഈ വളകോട്ടിലുള്ള വളകോട് ഒമേഗയുടെയൊക്കെ അവിടെ ആ പള്ളിയുടെ അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന റോഡ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു കെട്ടിടമെന്ന് പറയുന്നത് വളകോട് ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂളാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ ക്യാമറ അത്ര പോരാത്തതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.